മറ്റൊരാളുടെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരോക്ഷ മറുപടി നൽകി ഗീവർഗീസ് മാർ കൂറിലോസ്. മൂലമ്പള്ളി ചങ്ങറ സമരങ്ങളിൽ പോരാളിയായതാണോ വിവരദോഷം എന്ന് കുറിപ്പിൽ ചോദിക്കുന്നു. മെത്രാനായ ശേഷം ചുവപ്പ് ലോഹയിട്ട് കമ്മ്യൂണിസ്റ്റായി പ്രഖ്യാപിച്ചതാണോ വിവരദോഷം എന്ന കുറിപ്പിൽ ചോദിക്കുന്നുണ്ട്. മറ്റൊരാളുടെ കുറിപ്പ് പങ്കുവെക്കുകയാണ് അദ്ദേഹം. ശ്രീകുമാർ ചെയ്യുന്നു. ശ്രീത്ത് എന്ന് പറഞ്ഞാൽ ബിഷപ്പ് ഗീവർഗീസ് മോർ കൂറിലോസ് എന്നതിനോടൊപ്പം തന്നെ ഒരു സമാന്തര ഒരു രാഷ്ട്രീയ മനുഷ്യൻ എന്നൊക്കെ വിളിക്കാവുന്ന ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന, പാവപ്പെട്ടവന് വേണ്ടി വളരെ സജീവമായി ശബ്ദമുയർത്തുന്ന ഒരു രാഷ്ട്രീയ ഒരു 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 പാവങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ആ ബിഷപ്പ് എന്ന് ഉറപ്പായും പറയാം. അത് ചൂണ്ടിക്കാണിക്കുകയാണോ ആ കുറിപ്പ് വിശദമായി തന്നെ? ഷിബി പീറ്റർ, അങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഹാഷ്മി അത്തരത്തിലൊരു കുറിപ്പ് വന്നിരിക്കുന്നത്. ആ കുറിപ്പ് ഒരു ചുവന്ന ഹൃദയത്തിൻ്റെ ചിഹ്നം വെച്ച് പങ്കിടുകയാണ് ഗീവർഗീസ് മാർ കൂറിലോസ്. അതിൽ എടുത്തു പറയേണ്ടത്, അത് രസകരമായ കാര്യം, ബിഷപ്പ് കൂറിലോസിൻ്റെ കാര്യത്തെക്കുറിച്ച് ഷിബി പീറ്റർ എഴുതുന്നത് ഇങ്ങനെയാണ്: ബിഷപ്പ് കൂറിലോസിൻ്റെ വിവരദോഷം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇംഗ്ലണ്ടിലെ കെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 90കളുടെ ആദ്യത്തോടെ മടങ്ങി വന്ന അദ്ദേഹം പരിസ്ഥിതി, ദളിത് പ്രശ്നങ്ങളിൽ ക്രൈസ്തവ സഭകളുടെയും എന്യൂമിനിക്കൽ പ്രസ്ഥാനങ്ങളുടെയും തൻ്റെ വിവരദോഷത്താൽ സ്വാധീനിച്ചു എന്ന് തുടങ്ങി ഡോക്ടർ ജോർജ് മാത്യു നാക്കാലൻ എന്ന ആ വിവരദോഷിയെ ചിലർ പിന്നീട് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചു. മെത്രാനായ ശേഷം കറുപ്പ് തൻ്റെ രാഷ്ട്രീയമാണ്, ചുവപ്പ് തൻ്റെ രാഷ്ട്രീയമാണ്, താൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പ്രഖ്യാപിച്ചു എന്ന് തുടങ്ങിയാണ് ഈ പരമ്പര അല്ലെങ്കിൽ ഈ ലേഖനം തുടങ്ങുന്നത്. അവസാനിപ്പിക്കുന്നത് ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസും അതുപോലെ തന്നെ പിണറായി വിജയനും തമ്മിലുള്ള വിവര ദൂരം, ഇടതുപക്ഷവും അതുപോലെ തന്നെ പിണറായി വിജയനും തമ്മിലുള്ള വിവര ദൂരമാണ് എന്ന് പറഞ്ഞാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചെങ്ങറ സമരത്തിലും അതുപോലെ തന്നെ മൂലമ്പള്ളി സമരത്തിലും പോരാളിയായി നിന്നതാണോ, ദളിത് ക്രൈസ്തവ പക്ഷത്ത് നിന്നതാണോ താൻ ചെയ്ത തെറ്റ്? ക്രിസ്തു, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ക്രിസ്തുവിൻ്റെ ചിത്രം വെച്ച് സംസ്ഥാന സമ്മേളനത്തിൽ വിപ്ലവകാരി എന്ന് വിളിച്ച് പ്രദർശനം നടത്തിയപ്പോൾ ക്രിസ്തു വിപ്ലവകാരി തന്നെയാണെന്ന് പറഞ്ഞ പ്രദർശനത്തിനൊപ്പം ചേർന്ന് നിന്നത് വിവരദോഷമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും പരോക്ഷ മറുപടി ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസ് പരോക്ഷ മറുപടി, അത് ഷിബി പീറ്റർ എന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു കുറിപ്പ് പങ്കുവെച്ച് പിണറായി വിജയന് നേർക്കുനേർ ഒരു മറുപടി തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. അതൊരു പരോക്ഷ മറുപടി അല്ല എന്ന് നിസ്സംശയം നമുക്ക് കണ്ടാൽ പറയാം. ശ്രീകുമാരാണ് അതൊരു നിൽക്കുന്ന മറുപടിയാണ് എന്ന് പറഞ്ഞാൽ താൻ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളാണ്, ഇടതുപക്ഷമാണ് തൻ്റെ ഹൃദയപക്ഷം എന്നൊക്കെ അങ്ങനെ പുതിയാതെ നേർക്കുനേർ പ്രഖ്യാപിച്ച ഒരു ബിഷപ്പ് കൂടിയാണ്. അങ്ങനെ അത് പതിവോ സാധാരണമുള്ളതല്ല. അപ്പോൾ അങ്ങനെ ഒരു ബിഷപ്പിനെ എന്ന് മാത്രമല്ല, ഈ മൂലമ്പള്ളി ചങ്ങറ ഈ പറഞ്ഞ എല്ലാ മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ നേരിട്ട് നിലപാട് സ്വീകരിക്കുകയും തന്നാൽ കഴിഞ്ഞ് ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ഒരു ബിഷപ്പൊക്കെയാണ്. അപ്പോൾ ആ ബിഷപ്പിനെ വിവരദോഷിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചത് ശരിയാണോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ.